ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदाधिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता शिविशाखान्वितंश्च ये कृष्णा करुणासिन्धु दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी शवानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത സെറ്റീസ് 13ാമത്തെ അധ്യായം 21ാമത്തെ ശ്ലോകം നൽകുക. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷാ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷാ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഓക്കെ, ബബിത മാതാജി. ഹരേ കൃഷ്ണ. കാരണകർത്തൃവേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷാ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. വെരി ഗുഡ്. പാർവതി മാതാജി. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷാ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. വെരി ഗുഡ്. ഓക്കെ, സിമി മാതാജി. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. രൂപേശ്വരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. മലയാളം ട്രാൻസ്ലേഷൻ. ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. Very good. Nature is said to be the cause of all material causes and effects, whereas the living entity is the cause of the various sufferings and enjoyments in the world. Okay. ഇതാണ് നേച്ചർ, പ്രകൃതിയാണ് എല്ലാ മെറ്റീരിയൽ കോസസും എഫക്ട്സിൻ്റെ കാരണം. പക്ഷേ സഫറിങ്ങും എൻജോയ്മെൻറ്റും ആരാണ്? ലിവിങ് എൻറ്റിറ്റിയാണ്. അപ്പോൾ കാര്യകാരണം ആരാണ്? നേച്ചർ. സഫറിങ്, അത് സുഖദുഃഖത്തിൻ്റെ കാരണം ആണ് സ്പിരിച്വൽ ലിവിങ് എൻറ്റിറ്റി, ദ സ്പിരിറ്റ്. The different manifestations of body and senses among the living entities are due to the material nature. There are 8,400,000 different species of life, and these varieties are creations of the material nature. They arise from the different sensal pressures of the living entity, who thus decides to live in a body or that. Okay. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ദേഹം കിട്ടുന്ന നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിരുചി കാരണമാണ്. എന്താണ് ഒരു, അതായത് ഇന്ദ്രിയങ്ങളെ ഏതെല്ലാം തരത്തിൽ നമ്മൾ ഭോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ശരീരം കിട്ടുന്നത്. അപ്പോൾ മനുഷ്യ ശരീരം കിട്ടാൻ പ്രത്യേകിച്ചിട്ട് നമ്മളുടെ ഒരു താല്പര്യം ഉണ്ടായിരിക്കും ഇന്ദ്രിയഭോഗത്തിന്. അതേപോലെ ഓരോ, അത് പക്ഷിയായാലും ശരി, മൃഗായാലും ശരി, കൃമികീടങ്ങളായാലും ശരി, ഇതെല്ലാം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദേ അറൈസ് ഫ്രം ദ ഡിഫറെൻറ്റ് സെൻസൽ പ്രഷേഴ്സ് ഓഫ് ദ ലിവിങ് എൻറ്റിറ്റി. അപ്പോൾ ഏത് പ്രകാരമാണ് ഒരു ലിവിങ് എൻറ്റിറ്റി ആ ഒരു ഇന്ദ്രിയഭോഗത്തിന് ആഗ്രഹിക്കുന്ന അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ശരീരം ആര് തരുന്നു? പ്രകൃതി നമുക്ക് തരുന്നു.
ഹു ദസ് ഡിസൈഡ്സ് ടു ലിവ് ഇൻ ദ ബോഡി ഓർ ദാറ്റ്. അപ്പോൾ ഈ ശരീരത്തിലോ, ഇപ്പോൾ മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ മൃഗങ്ങളോ കൃമികീടങ്ങളോ പക്ഷികളോ അങ്ങനെയുള്ള ഓരോ ശരീരം നമുക്ക് നേച്ചർ നമുക്ക് പ്രദാനം ചെയ്യുന്നു. വെൻ ഹീ ഈസ് പുട്ട് ഇൻ ടു ദ ഡിഫറെൻറ്റ് ബോഡീസ് ഹി എൻജോയ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ്. അപ്പം നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖമായിരിക്കില്ല ഒരു മൃഗങ്ങൾ അനുഭവിക്കുന്നത്. അതേപോലെ പക്ഷികൾ എല്ലാവരും സുഖദുഃഖങ്ങളുടെ അവരുടേതായിട്ടുള്ള ഡിഗ്രിയിൽ അനുഭവിക്കും. ഓക്കെ, പക്ഷേ അത് വ്യത്യസ്തമായിട്ടുള്ള തലത്തിലായിരിക്കും. അതാണ് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഹിസ് മെറ്റീരിയൽ ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ് ആർ ഡ്യൂ ടു ഹിസ് ബോഡി ആൻഡ് നോട്ട് ടു ഹിംസെൽഫ് ആസ് ഹീസ്. അപ്പോൾ ഇത് ഈ സുഖം ദുഃഖങ്ങളും അനുഭവിക്കുന്നത് ഓൺ എ ഗ്രോസ് ഓർ സട്ടിൽ ലെവലിലായിരിക്കും. ഓക്കെ, സ്പിരിച്വൽ ലെവലിലല്ല, ആത്മാവിൻ്റെ ലെവലിലല്ല ഈ സുഖവും ദുഃഖവും. അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാവാൻ, അല്ലേ? പല ആൾക്കാരും വിചാരിക്കുന്ന ആത്മാവാണ് ഇതെല്ലാം സഹിക്കുന്നത്. ആത്മാവ് ഒരു മിസ്കൺസെപ്ഷൻ സ്റ്റേജിൽ മാത്രമാണത്. ഞാനാണ് ഈ ശരീരം എന്നുള്ള മിസ്കൺസെപ്ഷനിൽ അങ്ങനെ വരുമ്പോൾ മാത്രം അതിന് ആത്മാവ് വിചാരിക്കും ഞാനാണിത് എൻജോയ് ചെയ്യുന്നത്, ഞാനാണിത് സഫർ ചെയ്യുന്നത്. ആക്ച്വലി ഒന്നുകിൽ ഇത് നമ്മളുടെ ശരീരം, അല്ലെങ്കിൽ അത് ഗ്രോസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സട്ടിലായിട്ട്. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നത് ത്രൂ വേരിയസ് സെൻസസ് ഓൺ ദ ലെവൽ ഓഫ് മൈൻഡാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓൺ ദ ലെവൽ ഓഫ് മൈൻഡാണ്. ഈവൻ ഫിസിക്കൽ പെയിനും കൂടിയിട്ട്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമുക്ക് വേദന ഉണ്ടെങ്കിൽ അവിടെ വേദന തോന്നുന്നത് ഇറ്റ് ഹാസ് എ കണക്ഷൻ ത്രൂ ദ മൈൻഡ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്ര ഈസി ആയിട്ട് മനസ്സിലാവില്ല. ഇവിടെ പറയുന്ന ഡിസ്ട്രെസ് ആർ മെറ്റീരിയൽ ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ് ആർ ഡ്യൂ ടു ഹിസ് ബോഡി ആൻഡ് നോട്ട് ടു ഹിംസെൽഫ്. ടു ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ആത്മാ ലെവലിലല്ല. In his original state, there is no doubt of enjoyment. Therefore, that is his real state. അപ്പോൾ ആത്മാവിൻ്റെ തലത്തിൽ തീർച്ചയായിട്ടും അവിടെ ആനന്ദം തന്നെയാണ്. ഓക്കെ, അവിടെ ദുഃഖമില്ല. ആത്മാവിൻ്റെ ആ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ അവിടെ ഡുവാലിറ്റി ഇല്ല, ദ്വന്ദ്ങ്ങളില്ല, അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ രണ്ടും ദ്വന്ദ്ങ്ങളിൽ ഇടപെട്ട് ജീവിക്കേണ്ടി വരുന്നത് നമ്മൾ ആത്മാവിൻ്റെ തലത്തിലല്ല ജീവിക്കുന്നത്, ശാരീരിക അവബോധത്തിലാണ് ജീവിക്കുന്നത്. Therefore, that is the real state. Because of the desire to lord it over material nature, he is in the material world. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മുടെ ഭഗവാന്റെ ആ സ്ഥാനം, ഞാനാണ് കൺട്രോളർ, ഞാനാണ് മാസ്റ്റർ, ഞാനാണ് പ്രൊപ്പറേറ്റർ, ഞാനാണ് എൻജോയർ എന്നീ തലത്തിൽ ചിന്തിക്കുമ്പോൾ ആണ് നമുക്ക് ഇത് കൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ബിക്കോസ് ഓഫ് ദ ഡിസയർ ടു ലോഡ് ഇറ്റ് ഓവർ മെറ്റീരിയൽ നേച്ചർ ഈസ് ദ മെറ്റീരിയൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെ വന്നിരിക്കുന്നത്. ഇൻ ദ സ്പിരിച്വൽ വേൾഡ് ദർ ഇസ് നോ സച്ച് തിങ്. എന്തില്ല? സഫറിങ് ഇല്ല, ഡുവാലിറ്റി ഇല്ല. ദ സ്പിരിച്വൽ വേൾഡ് ഈസ് പ്യുവർ, ബട്ട് ദ മെറ്റീരിയൽ വേൾഡ് എവ്രി വൺ ഈസ് സ്ട്രഗ്ലിംഗ് ഹാർഡ് ടു അക്വയർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലഷേഴ്സ് ഫോർ ദ ബോഡി. സ്പർശ, ശബ്ദ, രൂപ, രസ, ഗന്ധ, അല്ലേ? ഈ 5 what you call sense objects, 5 സെൻസ് ഒബ്ജക്ട്സിലൂടെയാണ് നമ്മൾ ഓരോ ഇന്ദ്രിയഭോഗങ്ങളും നടത്തുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സന്തോഷമായാലും ശരി, ദുഃഖമായാലും ശരി, എല്ലാം ഈ 5 സെൻസസ് വഴിയാണ്. ഇറ്റ് മൈറ്റ് ബി മോർ ക്ലിയർ ടു സ്റ്റേറ്റ് ദാറ്റ് ദ ബോഡി ഈസ് ദ എഫക്റ്റ് ഓഫ് ദ സെൻസസ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ കാരണം നമുക്ക് ശരീരം കിട്ടിയിരിക്കുന്നത്. സെൻസസ് ആർ ഇൻസ്ട്രുമെന്റ്സ് ഫോർ ഗ്രാറ്റിഫൈങ് ഡിസയർ. Now the sum total body and instrument senses is offered by material nature. അപ്പോൾ സെൻസസ് ആണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഗെറ്റിംഗ് നമ്മുടെ ഡിസയർ, നമ്മുടെ ആഗ്രഹത്തിനെ പൂർത്തീകരിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആകെത്തുക എന്താണ്? ശരീരവും ഇൻസ്ട്രുമെൻറ്റ് സെൻസസും ഈസ് ഓഫേർഡ് ബൈ മെറ്റീരിയൽ. പ്രകൃതിയാണ് നമുക്ക് തരുന്നത്. ആൻഡ് ആസ് വിൽ ബി ക്ലിയർ ഇൻ ദ നെക്സ്റ്റ് വേഴ്സ്, ദ ലിവിങ് എൻറ്റിറ്റി ഈസ് ബ്ലെസ്ഡ് ഓർ ഡാംഡ് വിത്ത് സർക്കംസ്റ്റൻസസ് അക്കോർഡിംഗ് ടു ഹിസ് പാസ്റ്റ് ഡിസയർ ആൻഡ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരീരം കിട്ടുന്നത് നമ്മളുടെ കർമ്മത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്, അല്ലേ? അത് according to the past desire.
പഴയ സംസ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഴയ ജന്മത്തിലുള്ള ആഗ്രഹങ്ങളും സംസ്കാരങ്ങളും നമ്മുടെ ഇംപ്രഷനായിട്ട് നമ്മുടെ സട്ടിൽ ബോഡിയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരീരം കിട്ടുന്നത്. According to one's desires and activities, material nature places one in various residential quarters. The being himself is the cause of his attaining such residential quarters and his attendant enjoyment or suffering. Once placed in some particular kind of body, he comes under the control of nature because the body, being matter, acts according to the laws of nature. At that time, the living entity has no power to change that law. അപ്പോൾ നമ്മളൊരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അധീനത്തിലായി? പ്രകൃതിയുടെ അധീനത്തിലായി. അപ്പോൾ അതിനെ ഓഫ്സെറ്റ് ചെയ്യുന്നവരെ, അതിനെ നലിഫൈ ചെയ്യുന്നവരെ നമുക്ക് ഈ പ്രകൃതി നിയമം മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫൈ ചെയ്യാനുള്ള ആ ഒരു മെത്തേഡും പ്രോസസ്സും നമുക്ക് പറഞ്ഞു തന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അധീനത്തിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ കിടക്കാൻ പറ്റും? ഈ പ്രകൃതിയുടെ നിയമപരിധികളുടെ അപ്പുറത്തേക്ക് എങ്ങനെ കടക്കാൻ പറ്റും? അതിനുള്ള പ്രോസസ്സും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നുണ്ട്. At that time, the living entity has no power to change that law. Suppose an entity is put into the body of a dog. As soon as he is put into the body of a dog, he must act like a dog. വളരെ ക്ലിയർ. ഒരു ശരീരം, ഒരു നായയുടെ ശരീരം നമുക്ക് കിട്ടുന്നെങ്കിൽ ആ നായായിട്ട് നമുക്ക് പെരുമാറാൻ പറ്റും, മനുഷ്യനായിട്ട് പെരുമാറാൻ പറ്റില്ല. He cannot act otherwise. And if the living entity is put into the body of a hog, then he is forced to eat stool and act like the hog. അപ്പോൾ അവിടെ ഒരു പന്നിയുടെ ശരീരം നമുക്ക് കിട്ടുമെങ്കിൽ അത് പ്രകാരം നമുക്ക് ജീവിക്കേണ്ടി വരും. അല്ലാണ്ട് ആ ഒരു പന്നിക്ക് ഒരു നായയുടെ പോലെ ജീവിക്കാൻ പറ്റില്ല. He cannot act otherwise. And if the living entity is put into the body of a hog, he is forced to eat stool and act like a hog. Similarly, if the living entity is put in the body of a demigod, he must act according to his body. ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ശരീരം കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സെൻസ് പെർസെപ്ഷൻ. ഓക്കെ, ഓരോരുത്തർക്ക് എങ്ങനെയാണോ ആ ഒരു രുചി തൻ്റെ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാനുള്ള അതനുസരിച്ചിട്ടുള്ള ശരീരം നമുക്ക് നേച്ചർ തരുന്നു. This is the law of nature. But in all circumstances, the super soul is with the individual soul. അപ്പോൾ ഏത് ശരീരത്തിലായാലും നമ്മുടെ കൂടെ പരമാത്മാവായിട്ട് ഭഗവാനുണ്ട്. ഭഗവാന്റെ ഓൾ പെർവേസീവ് നേച്ചറായിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ടുള്ള പരമാത്മാവ്. അതായത് നായയുടെയും ശരി, പന്നിയായാലും ശരി, പൂച്ചയായാലും ശരി, പക്ഷിയായാലും ശരി, ഏത് ലിവിങ് എൻറ്റിറ്റി ആയിക്കോട്ടെ, ഏത് സ്പീഷീസ്, ഈവൻ ഡെമിഗോഡായാലും ശരി, അവരുടെ കൂടെയും പരമാത്മാവുണ്ട്. So this is explained in the Vedas, Mundaka Upanishad, as follows. Dva Suparna Sayuja Sakhaya. Dva Suparna Sayuja Sakhaya. The Supreme Lord is so kind upon the living entity that he always accompanies the individual soul. In all circumstances he is present as Super Soul or Paramatma. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽ സോളിൻ്റെയും കൂടിയും ഭഗവാന്റെ ആ പരമാത്മ ഫീച്ചർ ഉണ്ടായിരിക്കും. നമ്മളുടെ കൂടെ എപ്പോഴും ഒരു സ്റ്റോറി ഉണ്ട്. ഒരാൾക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 4 ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഭാര്യ, ആദ്യത്തെ ഭാര്യ, പ്രൈം പ്രിൻസസ് ഓർ പ്രൈം ക്യൂൻ. അദ്ദേഹം മറ്റേ മരണശയ്യയിൽ കിടക്കുകയാണ്, സമയമായി. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാര്യയോട് ചോദിച്ചു, എനിക്ക് മരിക്കാൻ സമയമായി, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തന്നെയല്ലേ, അതുകൊണ്ട് എൻ്റെ കൂടെ വരാമോ? പറഞ്ഞു, സോറി, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹോപ്പ്, തൻ്റെ പ്രതീക്ഷയെല്ലാം നശിച്ചു. രണ്ടാമത്തെ ഭാര്യയോട് ചോദിച്ചു. രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ വാതിൽ വരെ വരുള്ളൂ. മൂന്നാമത്തെ ഭാര്യയോട് ചോദിച്ചു. രണ്ടാമത്തെ ഭാര്യ ഹോപ്പ് നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ശ്മശാനം വരെ വരാമെന്ന് പറഞ്ഞു, അതിലപ്പുറത്ത് എനിക്ക് വരാൻ പറ്റില്ല. നാലാമത്തെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ കൂടെ വരാം. ആ 4ാമത്തെ ഭാര്യയാണ് ഏറ്റവും ഇഗ്നോർ ചെയ്തത് അദ്ദേഹം.
ഒരിക്കലും കാര്യമായിട്ടുള്ള ഒരു അറ്റൻഷനും ആ നാലാമത്തെ ഭാര്യയ്ക്ക് കൊടുത്തില്ല. ആദ്യത്തെ ഭാര്യ ഏറ്റവും ഇഷ്ടപ്പെട്ടു, പറഞ്ഞു ഞാൻ വരില്ല, കൂടെ വരില്ല, ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ വരാൻ പറ്റില്ല, വരില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു ഞാൻ വാതിൽക്ക് വരാം. മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു ഞാൻ ശ്മശാനം വരെ വരാം. നാലാമത്തെ ഭാര്യ ഏറ്റവും നെഗ്ലക്റ്റ് ചെയ്താണ്, ഇഗ്നോർ ചെയ്താണ്. ആ ഭാര്യ പറഞ്ഞു ഞാൻ കൂടെ വരാം. ഈ 4 ഭാര്യമാരെ ആരാന്നറിയോ? അതാണ് പ്രഭുജി സെൻസ് ഓഫ് പരമാത്മാവ്. ലാസ്റ്റ് പരമാത്മാവ്. ആദ്യത്തെ ഭാര്യ ധനം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ധനത്തിനോടായിരുന്നു. തൻ്റെ പൊസിഷൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് അത് പൈസ സമ്പാദിക്കാനും അതിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ പറഞ്ഞു സോറി, കാരണം വെച്ചാൽ ധനം നമ്മുടെ കൂടെ വരില്ല, നമ്മൾ മരിക്കുമ്പോൾ കൂടെ വരാൻ പറ്റുമോ? വരാൻ പറ്റില്ല. രണ്ടാമത്തെ ഭാര്യ ദ റിയൽ വൈഫ്, ശരിക്കുള്ള ഭാര്യ, കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ. ആ പറഞ്ഞു എനിക്ക് സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവില്ല, ശ്മശാനത്തിന് പോവില്ല, വീട്ടിൻ്റെ പടിക്കൽ വരെ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ ജനാജ ശരീരം കൊണ്ടുപോകും ആൾക്കാർ, മറ്റുള്ള ആൾക്കാർ. അതാണ് വേദിക് കൾച്ചർ. മൂന്നാമത്തെ ഭാര്യ ശരീരം പറഞ്ഞ് ഞാൻ ശ്മശാനം വരും, അത് കഴിഞ്ഞാൽ അത് തീയിൻ്റെ ഇരയാവും, എനിക്ക് തീയിൽ നിന്ന് എല്ലാം നശിക്കും ശരീരം. അപ്പോൾ അതുവരെ എനിക്ക് വരാൻ പറ്റും, കൂടെ അടുത്ത ജന്മത്തിലേക്ക് വരാൻ പറ്റില്ല. നാലാമത്തെ ഭാര്യയാണ് പരമാത്മാവ്. പറഞ്ഞു ഏത് ശരീരമാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, അത് ഒരു നായുടെയും ശരി, പന്നിയാലും ശരി, എന്താ പറയുക, പൂച്ചയായാലും ശരി, ദേവന്മാരായാലും ശരി, ഞാൻ എല്ലാ ദിക്കിലേക്കും. അപ്പോൾ ഒരേ ഒരാൾ നമ്മുടെ കൂടെ വരുന്നത് പരമാത്മാവ് മാത്രം. പക്ഷെ ആ പരമാത്മാവിനെ നമ്മൾ എപ്പോഴും ഇഗ്നോർ ചെയ്യും, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഈ ജേണിയിൽ നമ്മൾ ആക്ച്വലി ആരെയാണോ, ആർക്ക് വേണ്ടിയിട്ടാണോ അല്ല ആരോടാണോ കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് അത് കാണിക്കാതെ നമ്മളുടെ ടെമ്പററി ആയിട്ടുള്ള അസറ്റിനെ, ഒന്നല്ലെങ്കിൽ ധനം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള വൈഫോ ഹസ്ബൻഡോ ഹൂവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കൂടുതൽ പോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. റിയലായിട്ടുള്ള നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ കൂടെ ഗൈഡ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ആ പരമാത്മാവിനെ നമ്മൾ ഗൗനിക്കുന്നില്ല. The Supreme Lord is so kind upon the living entity that he always accompanies the individual soul. അത് നമ്മൾ മറക്കുകയാണ്. ഭഗവാൻ എപ്പോഴും ഏത് സമയത്തും നമ്മളെ ഇൻസ്പയർ ചെയ്യാനും ഗൈഡ് ചെയ്യാനുണ്ടായിരിക്കും, അത് നമ്മൾ മറക്കുകയാണ്. പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ പരിപാലിക്കും. In all circumstances he is present as a super soul or Paramatma. 22. पुरुषा प्रकृतिस्थो हि भुङ्क्ते प्रकृति जान गुणान् कारणं गुणसङ्गोऽस्य सदसद्योनि जन्मसु. पुरुष प्रकृतिस्थो हि भुङ्क्ते प्रकृति जान गुणान् कारणं गुणसङ्गस्य सदसद्योनि जन्मसु. हरि बोल. यस रूपेश्वरी माता जी. हरे कृष्ण प्रभु जी. पुरुषा प्रकृतिस्थो हि भुङ्क्ते प्रकृतिजान् गुणान् कारणं गुणसङ्गोऽस्य सत् असज्जोनि जन्मसु. हरे कृष्ण. बबीता माता जी. हरे कृष्ण प्रभु। पुरुषा प्रकृतिस्थो हि भुङ्क्ते प्रकृतिजान् गुणान् कारणं गुणसङ्गो व्यासत् असत् योनि जन्मसु. पार्वती माता जी. പ്രഭുജി എന്നെയാണോ വിളിച്ചത്? ആ മാതാജി ചൊല്ലിക്കോളൂ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദ്യോനി ജന്മസു. അർച്ചന മാതാജി. हरे कृष्ण। पुरुष प्रकृतिस्थो हि भुङ्क्ते प्रकृतिजन् गुणा कारणं गुणसङ्गोऽस्य सदा सद्योनि जन्मसु. पार्वती माता जी. पुरुषा प्रकृतिस्थो हि भुङ्क्ते प्रकृतिजान् गुणान् कारणं गुणसङ्गोऽस्य सदसद्योनि जन्मसु. रूपेश्वरी माता जी. ट्रांसलेशन. हरे कृष्ण प्रभु जी.
ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്തിലാണത്. അങ്ങനെ നല്ലതും ചീത്തയുമായ നാനാ യോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. The living entity in material nature thus follows the ways of life, enjoying the three modes of material nature. This is due to the association with the material nature. Thus he meets with good and evil among various species. അപ്പോൾ ജീവാത്മാവ് ഈ പ്രകൃതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഗുണത്തിൻ്റെ അധീനത്തിൽ ഓരോ കാര്യങ്ങൾ സഫർ അല്ലെങ്കിൽ എൻജോയ്, സുഖദുഃഖത്തിൻ്റെ ആ ഒരു ക്ലച്ചസിൻ്റെ അധീനത്തിലായിരിക്കും. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു ഹിസ് അസോസിയേഷൻ വിത്ത് ദ മെറ്റീരിയൽ നേച്ചർ. പ്രകൃതിയുമായിട്ടുള്ള അസോസിയേഷൻ 3 ഗുണങ്ങളുടെ കീഴിൽ വരുമ്പോൾ അങ്ങനെ നാനാ യോനികളിലും അത് ജീവൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ജീവാത്മാവ് ഒരു യോനിയിൽ നിന്ന് മറ്റു യോനിയിലേക്ക്, ഒരു സ്പെഷ്യയിൽ നിന്ന് മറ്റു സ്പെഷ്യയിലേക്ക് ട്രാൻസ്മൈഗ്രേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അനന്തകാലം വരെ, അനാദികാലം മുതൽക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. എപ്പോൾ തുടങ്ങി നമുക്കറിയില്ല, ഇനി എപ്പോഴാണ് ഇത് അവസാനിക്കാമെന്നറിയില്ല. അവസാനിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, പ്യുവർ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ്. ഈ ജന്മത്തിൽ തന്നെ അവസാനിക്കാം. പ്യുവറായിട്ടുള്ള ഭക്തി വേണം, ശുദ്ധ ഭക്തി. നമ്മൾ ഭക്തി പ്രാക്ടീസ് ഉണ്ട്, പക്ഷേ ആ ശുദ്ധ തലത്തിലേക്ക് എത്തിയിട്ടില്ല. 3 ഗുണങ്ങളുടെ അധീനത്തിലാണ് ഇപ്പോഴും. ഈവൻ സത്വഗുണത്തിലെത്തിയിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടുന്ന് കയറാൻ പറ്റില്ല. വിശുദ്ധ സാത്വിക് സ്റ്റേജിലേക്ക് എത്തണം എന്നാണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3 ഗുണത്തിൻ്റെ അധീനത്തിൽ നമ്മൾ എത്രത്തോളം കാലം ഉണ്ടോ അത്രത്തോളം കാലം നമുക്ക് ഒരു യോനിയിൽ നിന്ന് മറ്റു യോനിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഒരു സ്പെഷ്യയിൽ നിന്ന് മറ്റൊരു സ്പെഷ്യയിലേക്ക് 84 ലക്ഷം ഭഗവാൻ ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൽ മൾട്ടിപ്പിൾ ടൈം നമ്മൾ വന്നും പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ 3 ഗുണത്തിൽ നിന്നും അപ്പോൾ എന്തായി? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അപ്പോൾ എന്താണ് ഈ 3 ഗുണത്തിൻ്റെയും അതേപോലെ ശുദ്ധ സാത്വിക് തലത്തിൻ്റെയും വ്യത്യാസം? ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് വ്യത്യാസം? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, പിന്നെ വിശുദ്ധ സാത്വിക് സ്റ്റേജ്, ശുദ്ധസത്വം, വിശുദ്ധസത്വം, ശുദ്ധസത്വം എന്നൊക്കെ പറയാം. എന്താണ് വ്യത്യാസം? ഈ അതിന് ട്രാൻസെൻഡൻ്റൽ സ്റ്റേജ് പറയുന്നു വിശുദ്ധ സത്വത്തിന്. മറ്റേത് സത്വം, പിന്നെ രജോ ഗുണം, പിന്നെ തമോ ഗുണം. എന്താണ് ഇത് 4 തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം? ഈ 4 ഗുണങ്ങളെ 3 നമ്മുടെ ഭൗതിക തലത്തിലുള്ള ഗുണങ്ങൾ, 4ാമത്തേത് ട്രാൻസെൻഡൻ്റൽ സ്റ്റേറ്റാണ്, ദിവ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഈ നിർഗുണാവസ്ഥ അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റൽ സ്റ്റേറ്റിനെ എങ്ങനെ നിർവചിക്കാം? അതുപോലെ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം, ഇതിനെ എങ്ങനെ നിർവചിക്കാം? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്താണ് ഈ 3 ഗുണം? ആർക്കെങ്കിലും ശരിക്കുള്ള നിർവചനം തരാൻ പറ്റുമോ? ഡെഫിനിഷൻ. ക്ലാസ്സിൽ പല തവണയും പറഞ്ഞില്ലേ ഞാൻ. ഗുണങ്ങൾ നമ്മളിവിടെ കെട്ടിയിടും, മറ്റേത് ഇവിടുന്ന് മോചിപ്പിക്കും. അല്ലല്ല, ഞാൻ ഡെഫിനേഷനാണ് ചോദിച്ചത്. എന്താണ് രജോ ഗുണം, എന്താണ് തമോ ഗുണം, എന്താണ് സത്വഗുണം, എന്താണ് വിശുദ്ധ സത്വം? ഇതിനെങ്ങനെ നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റും? എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഓക്കെ, സത്വഗുണം വിശുദ്ധ സത്വം തമ്മിൽ എന്താ വ്യത്യാസം? മറ്റു രണ്ടും കൂടും. സത്വഗുണം മോഡ് ഓഫ് ഗുഡ്നെസ്, വിശുദ്ധം പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്. വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ വ്യത്യാസം പറഞ്ഞു തരുമോ? പ്രഭുജി, തമോ ഗുണം എന്ന് പറയുമ്പോ മോഡ് ഓഫ് ഇഗ്നോറൻസ് അല്ലേ?
അതെ. അതായത് ഒന്നും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ആളുകൾ, ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത. ഓക്കെ. പിന്നെ രജോ ഗുണം എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് പാഷൻ, അതായത് അവർക്ക് താല്പര്യമുണ്ട് പക്ഷെ മെറ്റീരിയൽ ഗെയിൻസിന് വേണ്ടിയിട്ട് ഓക്കെ. സ്പിരിച്വാലിറ്റി യൂസ് ചെയ്യുന്ന ആളുകള്. എനിക്ക് ആണോ? നോട്ട് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഞാൻ ഉദ്ദേശിക്കുന്ന ഡെഫിനേഷൻ കിട്ടുന്നില്ല. മാതാജി പറഞ്ഞ കാര്യം ശരിയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ അല്ല. എനിവൺ എൽസ്? ആരെങ്കിലും ട്രൈ ചെയ്യണോ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ രണ്ട് വ്യത്യാസം. ഇതിന്റെ എന്താണ് സത്വം ഗുണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശുദ്ധ സത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് രൂപേഷ് മാതാജി. സത്വഗുണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സത്വഗുണം പറയുമ്പം അറ്റ്ലീസ്റ്റ് ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒരു ലെവലില് കംപ്ലീറ്റ് കൃഷ്ണ കോൺഷ്യസ്. പാർവതി മാതാജി ഡിസിപ്ലിനും അങ്ങനത്തെ ചെയ്യുന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നന്നായി ഫോളോ ചെയ്യുമ്പോഴാണ് സത്വഗുണത്തില് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് പറയാം. ഞാൻ എൻ്റെ ചോദ്യം നിങ്ങൾക്ക് ശരിക്കും പിടികിട്ടിയില്ല തോന്നുന്നു. ഓക്കെ, എനിവേ ഉത്തരം അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ നന്നായിട്ട്. ഓക്കെ, സത്വഗുണം എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഗുഡ്നെസ്. ഇപ്പോൾ സത്വഗുണം മോഡ് ഓഫ് ഗുഡ്നെസ് പറഞ്ഞാൽ 100% അത് സത്വഗുണമല്ല. അതിൽ മിക്സർ ഓഫ് രജോ ഗുണം തമോ ഗുണമുണ്ട്. തമോ ഗുണത്തിൽ മിക്സർ ഓഫ് സത്വഗുണം രജോ ഗുണമുണ്ട്. രജോ ഗുണത്തിൽ മിക്സർ ഓഫ് തമോ ഗുണം സത്വഗുണമുണ്ട് അല്ലേ? പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ് പറഞ്ഞാൽ 100% സത്വഗുണമാണ്. അതിൽ മിക്സറില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം, 24 കാരറ്റ് സ്വർണം, 22 കാരറ്റ്, 21 കാരറ്റ്, 18 കാരറ്റ്. സ്വർണം അതാണ് നമ്മൾ പറഞ്ഞു. സ്വർണം 21 കാരറ്റ് പറഞ്ഞാൽ അതിൽ മിക്സറുണ്ട്. 22 പറഞ്ഞാൽ പ്യുവറല്ല. പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ് പറഞ്ഞാൽ 100% സത്വഗുണമാണ്. മറ്റത് പ്രിഡോമിനൻ്റ്ലി തമോ ഗുണം, പ്രിഡോമിനൻ്റ്ലി രജഗുണം, പ്രിഡോമിനൻ്റ്ലി സത്വഗുണം. ഇപ്പോൾ സത്വഗുണം എന്ന് പറഞ്ഞാലും അതിൽ മുഴുവൻ സത്വഗുണമല്ല, അതിൽ രജോ ഗുണം തമോ ഗുണത്തിൻ്റെ അംശങ്ങളുണ്ട്, മിശ്രിതമുണ്ട്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ 100% തമോ ഗുണത്തിലല്ല. ഒരാണ് 100% തമോ ഗുണത്തിലുണ്ടാവില്ല. എത്ര തന്നെ പാപിയായാലും ശരി, അദ്ദേഹത്തിൻ്റെയും ഉള്ളിൽ ചെറിയൊരു രജോ ഗുണം സത്വഗുണം ഉണ്ടായിരിക്കും. എത്ര തന്നെ രജോ ഗുണത്തിലുള്ള ആളായി ശരി, 100% ആരും രജോ ഗുണത്തിലുണ്ടാവില്ല. അവരുടെ അടുത്തും സത്വഗുണം തമോ ഗുണം ഉണ്ടായിരിക്കും. അതേപോലെ സത്വഗുണം എന്ന് പറഞ്ഞാൽ 100% സത്വഗുണം. എപ്പോഴാണ് 100% സത്വഗുണമാവുന്നത്? 24 കാരറ്റ് ഗോൾഡ് പോലെ. അത് പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്. ഇപ്പം ക്ലിയർ ആയോ? അപ്പോൾ പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ് പറഞ്ഞാൽ അതിൽ നോട്ട് ഈവൻ എ ടിഞ്ച് ഓഫ് മിക്സർ, അലോയ് ഇല്ല. അൺഅലോയ്ഡ് എന്ന് പറയില്ലേ, അൺഅലോയ്ഡ്. 24 കാരറ്റ് എന്ന് പറഞ്ഞാൽ 100% അത് സ്വർണം മാത്രമേ. അതിൽ കോപ്പറോ സിൽവറോ വേറെ ഒരു അലോയും ഇല്ല. സ്തംഭം എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇതാണ് പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ് പറഞ്ഞാൽ 100% പ്യൂരിറ്റി ഉണ്ട്, നോ മിക്സർ. അപ്പോൾ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് പ്രിഡോമിനൻ്റ്ലി രജോ ഗുണത്തിലായിരിക്കും, അല്ലെങ്കിൽ പ്രിഡോമിനൻ്റ്ലി തമോ ഗുണത്തിലായിരിക്കും. അപ്പോൾ അവൻ തമോ ഗുണി എന്ന് പറഞ്ഞാൽ ഒരു 75%, 80%, 90% 95% തമോ ഗുണത്തിലായിരിക്കും. ബാക്കി കുറച്ച് 5% മറ്റേ ഗുണങ്ങളുണ്ടായിരിക്കും. അവൻ രജോ ഗുണി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പെർസെൻറ്റേജ് പ്രിഡോമിനൻ്റ്ലി ആ ഗുണമാണ് മുന്തി നിൽക്കുന്നത്. സത്വഗുണം പറഞ്ഞാൽ സത്വഗുണമാണ് മുന്തി നിൽക്കുന്നത്. പക്ഷേ പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ് പറഞ്ഞാൽ അവിടെ വേറെ ഒരു ഗുണമില്ല, നിർഗുണമാണ്. അത് ട്രാൻസെൻഡൻ്റൽ. പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ് പറഞ്ഞാൽ അത് 24 കാരറ്റ് പോലെ പൂർണ്ണമായിട്ടും സത്വഗുണം. അതുകൊണ്ട് അത് ട്രാൻസെൻഡൻ്റലാണ്. അത് ഈ 3 മെറ്റീരിയൽ മോഡ്സിൽ വരില്ല. അതിനെ നിർഗുണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദിവ്യ ഗുണം എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റൽ ക്വാളിറ്റി എന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് വ്യത്യാസം. ഇതാണ് ഇപ്പോൾ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മേ ബി മൈ ക്വസ്റ്റ്യൻ വാസ് നോട്ട് ക്ലിയർ ഫോർ യു.
അല്ല. മറന്നുപോയിട്ട. ഇനി അപ്പോൾ പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ് പറഞ്ഞാൽ 100% സത്വഗുണം, നോ മിക്സർ. നമ്മൾ ഒരാളെ പറയുന്നോ ഞാൻ സാത്വികനാണ് പറയും അല്ലേ, എത്ര നല്ല സാത്വികനായാലും ശരി അദ്ദേഹത്തിനും ചില സമയത്ത് ഒരു മിനിറ്റ് കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പോൾ അതാണ് സംഗതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് ചോദിക്കുമ്പോൾ മറക്കരുത്. അപ്പോൾ സുജയ് പ്രഭു ഇപ്പോൾ കയറിയല്ലേ ഉള്ളൂ അല്ലേ? ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. യെസ് പ്രഭു. തമോഗുണം, രജോഗുണം, സത്വഗുണം, ശുദ്ധസത്വ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് ഡെഫിനേഷൻ? ഡെഫിനിഷനോ പ്രഭു? എന്താണ് ശുദ്ധ സാത്വിക് സ്റ്റേജ്, വിശുദ്ധ സത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനേഷൻ? പ്രഭു, it is beyond the three modes of nature. ഓക്കെ, അതറിയാം, അതുകൊണ്ടാണല്ലോ അതിനെ ശുദ്ധ സാത്വിക് പറയുന്നത്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ബിയോണ്ട്? Unconditional, അൺകണ്ടാമിനേറ്റഡ് അല്ല, അൺകണ്ടാമിനേറ്റഡ് uncontaminated, right പ്രഭു? Uncontaminated, unmotivated. അല്ല, അത് പിന്നെ ഭക്തിയാണ്. അത് ഭക്തിയാണ് പറയുന്നത്. അൺകണ്ടാമിനേറ്റഡ്, അൺമോട്ടിവേറ്റഡ്, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി തഥോക്ഷജേ അഹായ്തുകി അപ്രതിഹത. ഇവിടെ ചോദിക്കുന്നത് ശുദ്ധ സാത്വിക് സ്റ്റേജ്, പ്യുവർ മൂഡ് ഓഫ് ഗുഡ്നെസ്, ഹൗ ഡു യു ഡിഫൈൻ ഇറ്റ്? ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞോളൂ, പ്രഭു കേട്ടില്ല. എനിവേ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. ഇപ്പോൾ ഒരു ആൾ രജോ ഗുണത്തിൽ പറഞ്ഞാൽ 100% അദ്ദേഹം രജോ ഗുണത്തിലല്ല, പ്രിഡോമിനൻ്റ്ലി അദ്ദേഹം രജോ ഗുണത്തിലാണ്. ഒരാൾ തമോ ഗുണത്തിലാണ് പറഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി അദ്ദേഹം തമോ ഗുണത്തിൽ, അതായത് 75%, 80%, 90% അതർ ഗുണസ് ആർ ആൾസോ മിക്സ്ഡ് ഇൻ ദാറ്റ്. സത്വഗുണത്തിൽ പറഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി ഈസ് ഇൻ ഗുഡ്നെസ്, തമോ ഗുണവും രജോ ഗുണവും അതിൽ മിക്സ് ഉണ്ട്. പ്യുവർ മോഡ് ഓഫ് ഗുണം പറഞ്ഞാൽ 100% ശുദ്ധം, 24 കാരറ്റ്, നോ മിക്സർ, മിശ്രിതമില്ലാത്ത അത് ട്രാൻസെൻഡൻ്റൽ സ്റ്റേജ്, വിശുദ്ധ സത്വം അല്ലെങ്കിൽ നിർഗുണം. അതായത് തമോ ഗുണവും രജോ ഗുണവും ഇല്ലാത്ത, മിശ്രിതമില്ലാത്ത 24 കാരറ്റ് ഗോൾഡിനെ പോലെ, തങ്കത്തിനെ പോലെ പൂർണ്ണമായിട്ടും ശുദ്ധം മാത്രമുള്ളത് വിശുദ്ധ സത്വം. മറ്റ് നമ്മളിപ്പോൾ പറയുന്ന ഈ 3 മോഡിലത്തെ ഏറ്റവും മുകളിലുള്ള മോഡ് ഓഫ് ഗുഡ്നെസ്, അത് ടിഞ്ച്ഡ് വിത്ത് സം പെർസെൻറ്റേജ് ഓഫ് രജഗുണം ആൻഡ് സം പെർസെൻറ്റേജ് ഓഫ് തമോ ഗുണം. അത് ശുദ്ധമല്ല, പ്യുവർ അല്ല. വെൻ ഇറ്റ് ബിക്കംസ് പ്യുവർ 100% സത്വം, then that is transcendental mode. Clear ആയ പ്രഭുജി? ഹരിബോൾ പ്രഭു, ക്രിസ്റ്റൽ ക്ലിയർ പ്രഭു. ഹരി ഹരി. Very good. Okay. So this verse is very important for an understanding of how the living entities transmigrate from one body to another. It is explained in the second chapter that the living entities transmigrating from one body to another just as one change dress. Okay. ഏതാണ് ശ്ലോകം? വാസാംസി ജീർണാനി. Okay. Okay, this change of dress is due to his attachment to material existence. As long as he is captivated by this false manifestation, he has to continue transmigrating from one body to another. As long as he is captivated by this false manifestation. എന്താണ് ഈ false manifestation? What is a false manifestation?
He has to continue transmigrating from one body to another. He is on a bodily conception life. He wants to enjoy the senses. So when we have decided to enjoy the senses, the material nature awards us a suitable body to enjoy that. Okay. അപ്പോൾ അതുള്ളിടത്തോളം കാലം നമ്മൾ ഒരു യോനിയിൽ നിന്ന് മറ്റു യോനിയിലേക്ക് ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. Due to his desire to lord it over material nature, he is put into such undesirable circumstances. Under the influence of material desire, the entity is born sometimes as a demigod, sometimes as a man, sometimes as a beast, as a bird, as a worm, as an aquatic, as a saintly man, as a bug. Okay. ഏത് വേണമെങ്കിൽ എല്ലാ ഓപ്ഷനും ഉണ്ട്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ശരീരം ഭഗവാൻ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. റെഡിമെയ്ഡ്, കസ്റ്റം മെയ്ഡാണൊക്കെ. ഈ ആത്മാവിനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇടുക കണ്ടു. ഓക്കെ, എൻ്റെ ആഗ്രഹം ഇതാണോ? യെസ്, എ സ്യൂട്ടബിൾ ബോഡി ഈസ് ദർ, ജസ്റ്റ് എൻ്റർ ദാറ്റ് ബോഡി, ഈസ് റെഡി. അപ്പോൾ അത് ഡെമിഗോഡായിരിക്കാം, മാനായിരിക്കാം, അക്വാറ്റിക് ആയിരിക്കാം, വേമായിരിക്കാം, ബഗ്ഗായിരിക്കാം, എന്ത് വേണമെങ്കിലായിരിക്കാം. ദാറ്റ്സ് ഗോയിങ് ഓൺ. ദിസ് ഈസ് ഗോയിങ് ഓൺ. And in all cases, the living entity thinks himself to be the master of his circumstances, yet he is under the influence of material nature. അപ്പോൾ ഏത് ശരീരത്തിലും ആ ശരീരത്തിൽ ഡ്വെൽ ചെയ്യുന്ന ആത്മാവ് വിചാരിക്കുന്ന ഞാൻ ഇതിൻ്റെ മാസ്റ്ററാണ്, ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. How he is put into such different bodies is explained here. It is due to association with the different modes of nature. One has to rise, therefore, above the three modes and become situated in transcendental position. So, എന്താണ് transcendental position? Rise above the three modes and situate ourselves in the transcendental position. എന്താ അത്? ഭഗവാന്റെ we are വിശുദ്ധ സത്വം, ട്രാൻസ്ജെൻഡർ മോഡ് പൊസിഷൻ. ആ ട്രാൻസ്ജെൻഡർ പൊസിഷൻ്റെ മൂന്നും ഇതിൻ്റെ മീതെ, അതായത് വിശുദ്ധ സത്വത്തിൽ, പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്സിൽ. ദാറ്റ് ഈസ് കോൾഡ് കൃഷ്ണ കോൺഷ്യസ്നസ്. അൺലെസ് വൺ ഈസ് സിറ്റുവേറ്റഡ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്, ഹിസ് മെറ്റീരിയൽ കോൺഷ്യസ്നസ് വിൽ ഒബ്ലൈജ് ഹിം ടു ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ ബിക്കോസ് ഹി ഹാസ് മെറ്റീരിയൽ ഡിസൈർസ് സിൻസ് ടൈം ഇമ്മമോറിയൽ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ മൂന്ന് ഗുണത്തിൻ്റെ അധീനത്തിലായിരിക്കും. അത് ഒന്നൊന്നാലെന്ന് പറഞ്ഞതല്ല, ഫ്രം ടൈം ഇമ്മമോറിയൽ, നമുക്ക് അനാദികാലം മുതൽക്ക് തുടങ്ങിയതാണ്. ഇത് ഇനി എത്ര കാലം പോകും നമുക്കറിയില്ല, അത് നമുക്കറിയില്ല. സോ ബട്ട് ഹി ഹാസ് ടു ചേഞ്ച് ദാറ്റ് കൺസെപ്ഷൻ. ദാറ്റ് ചേഞ്ച് ക്യാൻ ബി എഫക്റ്റഡ് ഓൺലി ബൈ ഹിയറിംഗ് ഫ്രം അതോറിറ്റേറ്റീവ് സോഴ്സസ്. അപ്പോൾ ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. ഇത് മൂന്നും നമ്മൾ മുറുക്കി പിടിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക് വരും. അത് ഫ്രം വെയർ? ഹിയറിംഗ് ഫ്രം അതോറിറ്റേറ്റീവ് സോഴ്സസ്. ഓക്കെ, നമ്മൾ ഷോപ്പിൽ പോയിട്ട് ചോദിക്കാൻ പറ്റില്ല. ഒരു ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞു തരുമോ, പറയാൻ പറ്റുമോ? ഭഗവത്ഗീത എവിടുന്ന് കേൾക്കണം എന്നല്ലേ നമുക്ക് അറിഞ്ഞിരിക്കണം. അതോറിറ്റീസും വേണം. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഹിയർ. അർജുന ഈസ് ഹിയറിംഗ് ദ സയൻസ് ഓഫ് ഗോഡ് ഫ്രം കൃഷ്ണ. അർജുൻ വേറെ എവിടെയും ചോദിച്ചില്ല. ഹി ന്യൂ ഈസ് ദ റൈറ്റ് പേഴ്സൺ അല്ലേ? അതേപോലെ നമുക്കും അറിഞ്ഞിരിക്കണം ഏതായിരിക്കും, ഏത് ഗുരുണ്ടെന്ന് കേൾക്കണം, ഏത് സമ്പ്രദായത്തിൽ നമ്മൾ കേൾക്കണം. ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫർമേഷൻ. മറ്റത് യു മേ ഗെറ്റ്. ഓക്കെ, ആരോട് ചോദിച്ചാലും ഭഗവത്ഗീതയെ പറ്റി പറയിപ്പോൾ നാട്ടിൽ. അറിയാത്ത ആൾക്കാരില്ല. കൃഷ്ണ എനിക്കറിയാം, ഭഗവത്ഗീത അറിയാം. മുറി വൈദ്യൻ രോഗിയെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ കേൾക്കാൻ പോയാൽ ടോട്ടലി കൺഫ്യൂഷനാവും. സോ ദ ലിവിങ് എൻറ്റിറ്റി, if he submits to this hearing process, will lose his long cherished desire to dominate material nature, and gradually and proportionately as he reduces his long desire to dominate, he comes to enjoy spiritual happiness. അപ്പോൾ പതുക്കെ നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ, ഭൗതിക തലത്തിലെ ആഗ്രഹങ്ങളെല്ലാം കുറച്ച് നമ്മൾ ആ മൂന്ന് ഗുണങ്ങളുടെയും അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അപ്പോൾ ഗ്രാജുവലി ആൻഡ് പ്രൊപ്പോർഷനേറ്റ്ലി, to the extent that we go
ടുവേർഡ്സ് കൃഷ്ണ പ്രൊപ്പോർഷനേറ്റ്ലി നമ്മളുടെ ആ ലോങ് ഡിസയർ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ കുറയാൻ തുടങ്ങും. He comes to enjoy, and what happens? He comes to enjoy spiritual happiness. In the Vedic mantra, it is said that as he becomes learned in association with the Supreme Personality of Godhead, he proportionately relishes his eternal blissful life. യഥാമം പ്രപദ്യന്തി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏത് വരെയാണോ ഭഗവാന് സമർപ്പണം ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ആ എറ്റേണൽ ലൈഫ് നമ്മൾ റിലീസ് ചെയ്യാൻ തുടങ്ങും. അതാണ് സംഭവം. So text 23. उपद्रष्टानुमन्ता च भर्ता भोक्ता महेश्वरा परमात्मेति चाप्युक्तो देहेऽस्मिन् पुरुषः परा. उपद्रष्टानुमन्ता च भर्ता भोक्ता महेश्वरा परमात्मेति चाप्युक्तो देहेऽस्मिन् पुरुषः परा. Okay, सुजय प्रभु. कृष्ण प्रभु. മ്യൂട്ടിലാണോ? ഇല്ല പ്രഭു. ഉപദ്രഷ്ട്വാനുമന്താ ച ഭർത്താ ഭോക്ത മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേ അസ്മിൻ പുരുഷ പരാ. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഉപദ്രഷ്ടാനുമന്താ ച ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. ഹരേ കൃഷ്ണ. കവിത മാതാജി. उपदृष्टानुमन्ता च भर्ता भोक्ता महेश्वरा परमात्मेति चाप्युक्तो देहे अस्मिन् पुरुषः परः. Okay, पार्वती माताजी. उपदष्टानुमन्ता च भर्ता भोक्ता महेश्वरा परमात्मेति चाप्युक्तो देहेऽस्मिन् पुरुषः परा. Okay, अर्चना माताजी. उपद्रष्टानुमन्ता च भर्ता भोक्ता महेश्वरा परमात्मेति चाप्युक्तो देहेऽस्मिन् पुरुषः परः. Okay, and who else? Okay, Asimi Maതാജി. उपद्रष्टानुमन्ता च भर्ता भोक्ता महेश्वरः परमात्मेति चाप्युक्तो देहेऽस्मिन् पुरुषः परः. Professor Maതാജി, translation. ഹരേ കൃഷ്ണ പ്രഭുജി. ഇന്ദ്രിയാതീതനായൊരു ഭോക്താവുണ്ട്. ഈ ശരീരത്തിൽ സർവാധിപതിയും ഉപദ്രഷ്ടാവും അനുമതിദായകനുമായ ആ പരമപുരുഷനെ പരമാത്മാവെന്ന് പറയുന്നു. Yet in this body there is another, a transcendental enjoyer who is the Lord, Supreme Proprietor, who exists as the overseer and permitter, and who is known as the Super Soul. അപ്പോൾ ഈ ശരീരത്തിൽ രണ്ട് ആത്മാക്കളുണ്ട്. ഒന്ന് ലോക്കലൈസ്ഡും ഒന്ന് ഇൻ്റർനാഷണലുമാണ്. ഓക്കെ, അത് സോ പരമാത്മാവാണ് ട്രാൻസെൻഡൻ്റൽ എൻജോയറാണ്. മറ്റത് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നു. പക്ഷേ അവിടെ എൻജോയ്മെൻറ്റ് മാത്രമല്ല, അവിടെ എന്താണ്, ദുഃഖമുണ്ട് സുഖമുണ്ട് രണ്ടുമുണ്ട്, ഫ്രസ്ട്രേഷനുണ്ട് മിസറീസുമുണ്ട് ഒക്കെയുണ്ട്. പക്ഷെ ഇവിടെ സൂപ്പർ സോള് he is not subjected to any miseries. He is transcendental enjoyer. അദ്ദേഹത്തിൻ്റെ എന്താണ് അവിടുത്തെ ദൗത്യം എന്താണ്? ഓവർസിയർ ആൻഡ് പെർമിറ്റർ. അത് ജീവാത്മാവിൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട് ആ ആഗ്രഹങ്ങളെ പെർമിറ്റ് ചെയ്യുന്നു, അതിന് സമ്മതിച്ചു കൊടുക്കുന്നു, ആ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഓവർസീ ചെയ്യുന്നു, സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹമാണ്. സോ ഹീ ഈസ് ദ ഓവർസിയർ ആൻഡ് പെർമിറ്റർ. ഓക്കെ, അദ്ദേഹം പെർമിറ്റ് ചെയ്യാണ്ട് ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. So it is stated here that the super soul, who is always with this individual soul, is the representation of Supreme Lord. He is not an ordinary living entity, because the monist philosophers take the knower of the body to be one. They think that there is no difference between super soul and individual soul.
അപ്പോൾ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ, നമ്മുടെ സിദ്ധാന്തം വ്യത്യാസം ഇതാണ് വരുന്നത്. മോണിസ്റ്റ്, അതായത് എല്ലാവരും ഒന്നാണ്, ഭഗവാനും അതായത് സൂപ്പർ സോളും ഇൻഡിവിജ്വൽ സോളും ഒന്നാണ് എന്നാണ് ഒരു ഫിലോസഫി, മോണിസ്റ്റ് ഫിലോസഫി. അപ്പോൾ രണ്ട് അല്ല, സൂപ്പർ സോളും ഇൻഡിവിജ്വൽ സോളും രണ്ടില്ല, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ചുരുക്കത്തിൽ സൂപ്പർ സോൾ ഈസ് എൻജോയിങ്, സൂപ്പർ സോൾ ഈസ് സഫറിങ്, അവരത് പ്രകാരം അല്ലേ, ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞതല്ലേ. ദേ തിങ്ക് ദാറ്റ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൂപ്പർ സോൾ ആൻഡ് ഇൻഡിവിജ്വൽ സോൾ. അപ്പോൾ അത് നിങ്ങൾ ഇൻഡിവിജ്വൽ സോൾ പറഞ്ഞാലും ശരി, സൂപ്പർ സോൾ പറഞ്ഞാലും ശരി, ദേ ആർ ദ സെയിം. അപ്പോൾ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ എൻജോയ് ചെയ്യുന്നതും സഫർ ചെയ്യുന്നതും സെയിം പേഴ്സൺ. സൂപ്പർ സോൾ ഈസ് ആൾസോ the enjoyer and is the sufferer. To clarify this, the Lord says that he is represented as Paramatma in every body. അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് പറയുന്നത്, പരമാത്മാവിൻ്റെ ഫീച്ചറിൽ എല്ലാ ശരീരത്തിലും അദ്ദേഹം കുടികൊള്ളുന്നു. ആൻഡ് വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഇൻഡിവിജ്വൽ സോൾ, ഈസ് പരാ, ട്രാൻസെൻഡൻ. അപ്പോൾ ഇൻഡിവിജ്വൽ ജീവാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതും അതിനെ പെർമിഷൻ കൊടുക്കുന്നതും ഈ പരമാത്മാവാണ്. സോ ദാറ്റ് ഷുഡ് ബി ഡെഫിനറ്റ്ലി ട്രൂ. ഇല്ലെങ്കിൽ പെട്ടതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. പെർമിറ്റ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓവർ ചെയ്യണമെങ്കിൽ തൻ്റെ താഴെ ആരെങ്കിലും ഒരാൾ വേണ്ടേ? അപ്പോൾ ഉപദ്രഷ്ട അനുമന്ത എല്ലാം ഒന്നാണെങ്കിൽ ആരെ ഉപദ്രഷ്ട, ആരെ അനുമന്ത? രണ്ടുപേരും ഒന്നാണെങ്കിൽ അവിടെ അവിടെ ഒരാൾ സുപ്പീരിയറും ഒരാൾ ഇൻഫീരിയറും ഉണ്ട് ഇവിടെ. അപ്പോൾ സുപ്പീരിയർ ഈസ് പരമാത്മ, ഇൻഫീരിയർ ഈസ് ജീവാത്മ. അതുകൊണ്ടാണ് അവിടെ ഓവർസിയറും പെർമിറ്ററും വരുന്നത്. രണ്ടുപേരും ഒന്നാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം, ഈ ശ്ലോകത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഞാൻ ഇതെല്ലാം അനുവദിക്കുന്നു, ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്നു. ആര് ചെയ്യുന്നത്? സോ ദർ സംബഡി ഹു ഈസ് ഡൂയിങ് ദാറ്റ്. സോ ഹീ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഇൻഡിവിജ്വൽ സോൾ. ഹീ ഈസ് പര, transcendental. The individual soul enjoys the activities of the particular field, but the super soul is present not as finite enjoyer nor as one taking part in bodily activities, but as the witness, overseer, permitter and supreme enjoyer. His name is Paramatma, not Atma. Atma, Paramatma. ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ചില സമയത്ത് ചില കോണ്ടെക്സ്റ്റിൽ ആത്മാന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ജീവാത്മാവാണോ പരമാത്മാവാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരമാത്മാവെന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഏതെങ്കിലും ശ്ലോകത്തിൽ ആത്മാന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ജീവാത്മാവാണോ പരമാത്മാവാണോ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഈസ് ട്രാൻസെൻഡന്റൽ. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി ക്ലിയർ that the Atma and Paramatma are different. The super soul, the Paramatma, has legs and hands everywhere, but the individual soul does not. അതായത് പരമാത്മാവിന് എല്ലാ സ്ഥലത്തും കണ്ണെത്തും, എല്ലാ സ്ഥലത്തും നടന്നെത്തും. അതുകൊണ്ടാണ് ഇവിടെ ഫിസിക്കലി നമ്മളതിനെ പരമാത്മാവിന് കുറേ 1000 കാല് കണ്ട് 1000 കണ്ണ് കണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈസ് ഓൾ പെർവസീവ് നേച്ചറിനാണ് പറയുന്നത്. And because the Paramatma is the Supreme Lord, is present within to sanction the individual soul's desiring material enjoyment. Without the sanction of the Supreme Soul, the individual soul cannot do anything. The individual is Bhokta or the sustained, and the Lord is Bhokta. Okay, one letter in the U and O. Individual soul is Bhokta and the Lord is Bhokta, means enjoyer, maintainer. Okay. There are innumerable living entities and is staying in them as friend. ഒരു സുഹൃത്തിനെ പോലെയാണ് ഓരോ ജീവാത്മാവിൻ്റെയും കൂടെ പരമാത്മാവ്. The fact is that every individual living entity is eternally part and parcel of the Supreme Lord, and both of them are very intimately related as friends. But the living entity has the tendency to reject the sanction of the Supreme Lord and act independently in an attempt to dominate nature, and because he has this tendency is called the marginal energy of Supreme Lord. അപ്പോൾ ജീവാത്മാവിന് പരമാത്മാവിൻ്റെ നിർദ്ദേശത്തിനെ സ്വീകരിക്കാനോ തിരസ്കരിക്കാനുള്ള ഒരു ലൈറ്റ് ഫ്രീ വില്ലുണ്ട്, ചെറിയൊരു ഇൻഡിപെൻഡൻസ് എന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മാർജിനൽ എനർജി ഓഫ് ദ സുപ്രീം ലോർഡ് എന്ന് പറയുന്നത്. ദ ലിവിങ് എനർജി ക്യാൻ ബി സിറ്റുവേറ്റഡ്
either in the material energy or in the spiritual energy. As long as he is conditioned by the material energy, the Supreme Lord as his friend, super soul, stays with him just to get him to return to the spiritual energy. അപ്പോൾ ഈ പരമാത്മാവ് എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും? ആസ് ലോങ് ആസ് ഹി ഈസ് കണ്ടീഷൻഡ് ബൈ ദ മെറ്റീരിയൽ എനർജി. നമ്മൾ ഈ കണ്ടീഷനിൽ നിന്ന് പുറത്തു പോയാൽ പരമാത്മാവ് നമ്മുടെ കൂടെ വരില്ല. പക്ഷെ പരമാത്മാവിൻ്റെ ആ ഒരു ഇത് പോർട്ട്ഫോളിയോ ഈ മെറ്റീരിയൽ റെയിലിന് മാത്രമേ ഉള്ളൂ, മെറ്റീരിയൽ ഡൊമൈനിൽ മാത്രമേ ഉള്ളൂ പരമാത്മാവ്. സ്പിരിച്വൽ വേൾഡ് പരമാത്മാവിൻ്റെ ഇതില്ല, റോളില്ല. The Lord is always eager to take him back to the spiritual energy, but due to his minute independence, the individual entity is continually rejecting the association of spiritual life. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ചെറിയൊരു ഫ്രീഡം കൊണ്ട് നമ്മുടെ എപ്പോഴും പരമാത്മാവ് പ്രൊപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിജക്റ്റ് ചെയ്യാം. കാരണം വി വോണ്ട് ടു എൻജോയ് മെറ്റീരിയലി. ദിസ് മിസ്യൂസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഈസ് ദ കോസ് ഓഫ് മെറ്റീരിയൽ സ്ട്രൈവ് ഇൻ ദ കണ്ടീഷൻ നേച്ചർ. അപ്പോൾ ഇതിനെ നമ്മൾ ദുരുപയോഗപ്പെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളെല്ലാം സഹിക്കേണ്ടി വരുന്നത്. ദ ലോർഡ് ദെയർഫോർ ഈസ് ഓൾവേസ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ഫ്രം വിതിൻ ആൻഡ് ഫ്രം വിതൗട്ട്. ഫ്രം വിതിൻ ആസ് പരമാത്മ, ഫ്രം വിതൗട്ട് ആസ് സ്പിരിച്വൽ മാസ്റ്റർ. From without he gives instruction as stated in Bhagavad Gita, and from within he tries to convince the living entity that his activities in the material world are not conducive to real happiness. Just give it up and turn your face toward me, then you will be happy, he says. Thus the intelligent person who places his faith in the Paramatma or the Supreme Personality of Godhead begins to advance toward a blissful eternal life of knowledge. അങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പണം ചെയ്താൽ നമുക്ക് ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് വിമുക്തരായിട്ട് എവിടെ പോകാൻ പറ്റും? ഭഗവാന്റെ ധാമിലേക്ക്. A place full of blissful eternal life of knowledge. ഹരേ കൃഷ്ണ. 24 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവ की जय, श्रील प्रभुपाद की जय, गुरु महाराज